കേരളം സുസ്ഥിര വികസനത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ, അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടിയെടുക്കണമെന്ന് ഭരണവർഗത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത്യാവശ്യമായും ചെയ്യേണ്ടത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുകയാണ്. ക്യാമ്പസിൽ യൂണിയനുകൾ ഉണ്ടാവണം, ഇലക്ഷൻ ഉണ്ടാകണം, അവരുടെ ഭരണവും ഉണ്ടാകണം. പക്ഷേ അത് ക്യാമ്പസ് രാഷ്ട്രീയം ഇപ്പോഴുള്ളതുപോലെ കുത്തും കൊലയും വെട്ടും ഒക്കെ നടക്കുന്ന തരത്തിലുള്ള മൃഗീയമായ ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട്, അതായത് ക്യാമ്പസിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയം പരസ്പര ഐക്യം ഉണ്ടാക്കുന്നതിനും മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നതിനും ഒക്കെ വേണ്ടിയായിരിക്കണം. നേരെ മറിച്ച് പരസ്പരം വെട്ടിയും കുത്തിയും പക തീർക്കുന്ന രാഷ്ട്രീയമാണ് കളിക്കുന്നത് എങ്കിൽ അത്തരം രാഷ്ട്രീയം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ആദ്യ എൽ ഡി എഫ് ഗവൺമെന്റ്, അതായത് 2016-17 തന്നെ ഡോക്ടർ ഐസക്കിന്റെ ബജറ്റിൽ പറഞ്ഞിരുന്നു, കേരളത്തെ ഒരു നോളജ് ഇക്കോണമിയാക്കി, സമ്പദ്ഘടനയാക്കി, കേരള സമ്പദ്ഘടനയെ നോളജ് സമ്പദ്ഘടനയാക്കി മാറ്റുമെന്ന്. സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, കേരളത്തിലെ വൻകിട വ്യവസായങ്ങൾക്ക്, അതായത് കേരളം ഒരു ചെറിയ ജോഗ്രാഫിക്കലായിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ സംസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ വൻകിട വ്യവസായങ്ങൾക്കുള്ള സ്ഥാനം, സാഹചര്യം കുറവാണ് ഇവിടെ എന്ന്. അപ്പൊ വൻകിട വ്യവസായങ്ങൾക്കുള്ള സാഹചര്യം കുറവാണ് എങ്കിൽ നമ്മൾ വേൾഡ് ഫ്ലാറ്റ് ആയി തീർന്നിരിക്കുന്ന, അതായത് തോമസ് ഫ്രീഡ്മാൻ ഒക്കെ പറയുന്നത് പോലെ ദ വേൾഡ് ഈസ് ഫ്ലാറ്റ് ആയി തീർന്ന ലോകം എന്ന് പറഞ്ഞാല് ICT, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ലോകം വളരെ ചെറുതായി, എവിടെ ഇരുന്നും ഇന്ത്യക്കകത്തിരുന്നുകൊണ്ട് സിലിക്കൺ വാലിയിലുള്ളവരെ കാണാം, യൂറോപ്പിലുള്ളവരെ കാണാം, സംസാരിക്കാം, സംവദിക്കാം, ഇതൊക്കെ ചെയ്യാമെന്നിരിക്കെ വലിയ സ്പേസ് ഇല്ലാതെ തന്നെ, വളരെ ചെറിയ സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ നോളജ് ഇക്കോണമി ആണെങ്കിൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള വളർച്ച, വികസനം സാധ്യമാണ്. അപ്പൊ ഈ സാധ്യത കൊണ്ടാണ് അങ്ങനെ ഒരു നോളജ് ഇക്കോണമി ആയിട്ട് കേരളത്തെ മാറ്റിയെടുക്കണം, അപ്പോൾ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് തൊഴിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഈ 10 വർഷം കൊണ്ട് നമുക്കറിയാം, 8 വർഷം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നോളജ് ഇക്കോണമി, അതായത് കത്തിക്കുത്തും വെട്ടുകത്തി രാഷ്ട്രീയവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക ക്യാമ്പസുകളിലും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ അടുത്തിടെ തന്നെ നമുക്ക് സിദ്ധാർത്ഥന്റെ അരുംകൊല നമുക്കറിയാം. അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. അതേസമയത്ത് ഒറ്റ നേതാവിന്റെയെങ്കിലും മക്കളെ നിങ്ങൾ ഈ സമരത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാറുണ്ട്. ഒരു കാരണവശാലും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോയി നിങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കരുത്. കാരണം നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കണം, സമരത്തോട് വിട പറയണം. നിങ്ങൾ പക്ഷെ അവർ പറയും, ടീച്ചറെ ഞങ്ങൾ സമരത്തിന് പോയില്ലെങ്കിൽ ഞങ്ങളെ അവർ വെട്ടിക്കൊല്ലും, അതാണ് അവസ്ഥ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് നിവൃത്തി കെട്ടിട്ടാണ്. ഈ സമരം ഉണ്ടെന്നുള്ള വിവരം നേരത്തെ അറിയുകയാണെങ്കിൽ ഞങ്ങൾ കോളേജിലേക്കേ വരില്ല. പക്ഷെ അതുപോലും അറിയിക്കത്തില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെയാണ് സമരം പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ് മുറിയിലുള്ള കുട്ടികളെ വന്ന് നിർബന്ധപൂർവ്വം ഇറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രതിരോധിക്കാനായിട്ട് ആരുമില്ല അവിടെ. ഇപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് പ്രതിരോധിക്കാമെന്ന് വെച്ചാലും അത് അവര് നിഷ്പ്രയാസം അതിനെ ഓവർടേക്ക് ചെയ്യും. കാരണം AKG സെന്റർ തൊട്ടടുത്താണ്, ഭരണം LDFന്റേതായിരിക്കും. അങ്ങനെ LDFന്റെ ഭരണം ഉള്ളപ്പോൾ LDF എല്ലാത്തരം സഹായവും ഈ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും, അതായത് സമരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ കുട്ടികളെ തള്ളിവിട്ട് ക്യാമ്പസുകളൊക്കെ ഇപ്പോഴിതാ വിദ്യാർത്ഥികളില്ലാത്ത ശൂന്യമായ ക്യാമ്പസുകളായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ഏറ്റവും കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പഠിക്കാൻ വേണ്ടി 12ാം ക്ലാസ് കഴിയുന്നത് നോക്കിയിരിക്കുകയാണ് കുട്ടികൾ, ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ USA എവിടെയെങ്കിലും പോയി പഠിക്കാൻ. അങ്ങനെ ആയാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവർക്കറിയാം. കേരളത്തിൽ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല, ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. അന്ന് ബജറ്റുകളിലൊക്കെ പറയുന്നത് പോലെ ഒരു നോളജ് ഇക്കോണമി ആയിട്ട് കേരളത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിയുകയായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് മിടുക്കരായ കുട്ടികൾക്ക് ഈ കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് കഴിയാമായിരുന്നു. നമുക്ക് ഓർമ്മ വേണം, 11 ലക്ഷത്തിലധികം വീടുകളാണ് പ്രവാസികൾ ഒക്കെയായി പണിതത്. അതുപോലെ കിടക്കുകയാണ്, ആരും താമസിക്കാൻ ഇല്ലാതെ കിടക്കുകയാണ്. കാരണം ഈ പോകുന്ന നേരത്തെ പ്രവാസികളൊക്കെ തിരിച്ചു വരുമായിരുന്നു, പക്ഷെ
ഇപ്പോഴിപ്പോൾ പുറത്തേക്ക് പോകുന്നവര് അവരുടെ ഇവിടെയുള്ള അസറ്റ്സ് വിറ്റാണ് പുറത്തേക്ക് പോകുന്നത്. അവരാരും തിരിച്ചു വരാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം. രാഷ്ട്രീയം വേണം ക്യാമ്പസിൽ, പക്ഷെ വെട്ടും കുത്തും രാഷ്ട്രീയമല്ല വേണ്ടത്. സമന്വയത്തിന്റെ ഭാഷയുള്ള, പരസ്പര സ്നേഹത്തിന്റെ ഭാഷയുള്ള, എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് പോകേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയം. അല്ലാതെ ഈ വെട്ടും കുത്തും രാഷ്ട്രീയം നിർത്തലാക്കണം, അവോയ്ഡ് ചെയ്യണം എന്ന് പിന്നെ ദേവൻ രാമചന്ദ്രൻ, ഹൈക്കോടതി ജഡ്ജിയായ ദേവൻ രാമചന്ദ്രൻ തന്നെ പല ആവർത്തി പറഞ്ഞതാണ്. അത് ഓർത്തിട്ടെങ്കിലും ക്യാമ്പസുകളെ രക്ഷപ്പെടുത്താനായിട്ട്, നമ്മുടെ വരുന്ന തലമുറയെ രക്ഷപ്പെടുത്താനായിട്ടെങ്കിലും ഇവിടെ ഒരു വൃത്തഗ്രഹം ആയി മാറാതെ, കേരളത്തെ ഒരു വൃത്തഗേഹമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇവിടുത്തെ യുവജനങ്ങളോട് നീതി കാണിക്കാൻ വേണ്ടി കേരളത്തെ ഒരു 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 നല്ല ക്യാമ്പസ്, അതായത് ഒരു നോളജ് സിസ്റ്റം ഉരുത്തിരിയുന്ന ക്യാമ്പസുകളാക്കി മാറ്റാൻ ഗവൺമെന്റ് സത്വരം ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.